ഒന്നിരായ ശൈഖുനയുടെ ഭാര്യയെ പോലെയുള്ള ഏറ്റവും ഉന്നതമായി ശറഅ അനുസരിച്ച് ജീവിക്കുന്ന ബീവിമാർ, അവർക്കെതിരെ ശരീഅത്തിന്റെ മുനാന്ന് പറഞ്ഞു വന്നാൽ അത് ഉടക്കുക തന്നെ ചെയ്യും. ഈ കുരുവട്ടൂരികളുമായി ബന്ധപ്പെട്ട് ഇനി പ്രത്യേകിച്ച് ചർച്ച ചെയ്യുന്നില്ല, ഒരു കഥയില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മളൊരു വിഷയം ഇപ്പോൾ ഒരു യുക്തിവാദിയോട് നമ്മളിപ്പോൾ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളോ ഷാഫി മതമോ ഒക്കെ വെച്ച് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതൊക്കെ അംഗീകരിക്കുന്ന ആളുകളായിട്ട് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. ഒരു പ്രമാണം അംഗീകരിക്കുന്ന ആളുകളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഏതൊരു വിഷയവും ഡിസ്കഷൻ സാധ്യമാവും. അതൊന്നും നിങ്ങൾ എന്ത് ചെയ്താലും അതൊന്നും നിങ്ങൾ നോക്കണ്ടില്ല. ഞങ്ങളെ ഷെയ്ഖുന വേറെ ലെവലാണ്, അവർക്ക് വേറെ ഇതാണ് ദീനാണ്, അവർക്ക് വേറെ ശരീഅത്താണ് എന്ന് പറയുന്ന രൂപത്തിൽ സംസാരിക്കുന്ന ആളുകൾ, അവരുമായി നമുക്ക് എന്ത് സംസാരിക്കാനാണ്? അങ്ങനെ ഇപ്പോൾ CH മുസ്തഫ അയാളെ റൂട്ടിൽ സംസാരിക്കുന്നില്ലേ? അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ദീനും ശരീഅത്തൊന്നും ഒരു വിഷയമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ എന്താണോ നിലനിൽപ്പിന് വേണ്ടി കുഫർ തൗഹീദാക്കും, തൗഹീദ് കുഫറാക്കും, എന്തും ചെയ്യും. നമ്മളിപ്പോൾ കണ്ടല്ലോ, ഇവരെ മുഖമുദ്ര തന്നെ മാസ്റ്റർ പീസ് എന്ന് പറയുന്ന ഒരു വിഷയം ഈ തർക്കുൽ മുആലാത്തുമായി ബന്ധപ്പെട്ട് വഹാബികൾ തൊട്ടുകൂടാ, തീണ്ടിക്കൂടാ, അവർ പോയ വഴിക്ക് പോയിക്കൂടാ, അതും പറഞ്ഞുകൊണ്ടേ നടന്ന ഒരു കൂട്ടർ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് വഹാബികൾക്ക് വേണ്ടി എല്ലാ പണിയെടുക്കുന്ന, സഹായങ്ങൾ ചെയ്യുന്ന, അവരെ സ്നേഹിക്കുന്ന, അവരുമായി സഹവസിക്കുന്ന, അവരെ പ്രൊമോട്ട് ചെയ്യുന്ന കേരളത്തിലുള്ള ഒരു തങ്ങക്ക് വേണ്ടി ഇവർ കൊയലൂത്ത് നടത്തുന്നതാണ് ചെയ്യുന്നത്. വഹാബികളുമായി ബന്ധമുള്ളവരുമായും നമുക്ക് ബന്ധമില്ല എന്നാര് പറഞ്ഞു എന്ന് പറഞ്ഞത്? ഷെയ്ഖുനോട് ഇവർ പറഞ്ഞു എന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ ഇവരെ എന്താണ് എന്ന് പ്രത്യേകിച്ച് പറയണ്ടില്ലല്ലോ. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ നിലനിൽപ്പ് മാത്രമാണ് വിഷയം. അതുകൊണ്ട് ഇവരെ പിന്നാലെ സൈക്കിളെടുത്ത് കൂടിയിട്ടൊക്കെ ഒരു കാര്യമില്ല. അവരവരെ പാട്ടിന് വിടുക എന്നല്ലേ, ലക്കും ദീനുക്കും വലിയ ദീൻ. എന്നാലോചിക്ക് എന്തും ന്യായീകരിക്കുക എന്നുള്ളതാണ്, എന്തും ന്യായീകരിക്കുക. അതിനിപ്പോൾ ഒന്നുമില്ല, ഉണ്ടല്ലോ. ഇനിയിപ്പോൾ ആലോചിക്കുക, ഇതിപ്പോൾ ഇത്ര ക്ലിയറായ ഒരു കാര്യം പോലും ഇവർ കോട്ടിമാട്ടി ഈ രൂപത്തിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും വീഡിയോ പിടിക്കും, പിന്നെ വീഡിയോ എടുത്തിട്ടോ അല്ലെങ്കിൽ ഷെയ്ഖുൻ്റെയോ മുരീദിൻ്റെയോ ഇനി ഏതെങ്കിലും വ്യഭിചാരോ അടച്ചോങ്കാകട്ടെ അങ്ങനെയുള്ള എന്തെങ്കിലും വീഡിയോ പിടിച്ചു കൊണ്ടുവന്നിട്ട് എന്താ കാര്യം? ലാ തഖ്റബു സിനാ, നിങ്ങൾ വ്യഭിചാരം കൊണ്ട് അടുക്കരുതെന്നാ പറഞ്ഞതെന്നല്ല. അപ്പം അന്നപ്പോൾ ഇവരായ തോന്നുക. ഇനി മുരീദന്മാർ ഷെയ്ഖുനാക്ക് സ്വന്തം കെട്ടിയോളെ കൊടുക്കുകയാണെങ്കിലോ ഇവർക്ക് എന്ത് ദുർവ്യാഖ്യാനിക്കാനുണ്ട്? ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ എന്നുള്ളതായി തന്നപ്പോതു ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൊടുക്കുന്നവരെ എന്ത് ചെയ്യൂല, അതിൻ്റെ പൂർണ്ണതയിലെത്തൂല, കൂലി കിട്ടൂല എന്നർത്ഥം കിട്ടുന്ന ആയത്തോതും. അപ്പോൾ ഇവർക്ക് എന്തും ഇനിയിപ്പോൾ കള്ളു കുടിച്ചാൽ ലാ തഖ്റബു സ്വലാത്ത വഅൻതും സുകാറ, നിങ്ങൾ നിസ്കാരത്തിൽ കള്ളുടിക്കരുതെന്നാണ് പറഞ്ഞതെന്ന് പറയും. അപ്പോൾ ഇവരെ നിലനിൽപ്പിന് വേണ്ടി എന്ത് വ്യഭിചാരവും പ്രമാണങ്ങൾ വ്യഭിചരിക്കുന്ന ഇത്തരം ആളുകളുമായി വെറുതെ ചർച്ച ചെയ്തിട്ട് ഒരു കാര്യമില്ല. അവരവരെ പാട്ടിന് വിടുക എന്നുള്ളൂ. അവർക്ക് ഇസ്ലാമിക പ്രമാണങ്ങളൊന്നുമല്ല, എന്തെല്ലാം കൂട്ടിമാട്ടലാണ് നടത്തുന്നത്. ഇത്ര പച്ചയായ കാര്യം പോലും കൂട്ടിമാട്ടുന്ന ഈ ദുഷിച്ച കക്ഷികൾ, ഞാൻ പറഞ്ഞല്ലോ, ഇവർക്ക് ദീനോ തൗഹീദോ ഇസ്ലാമോ ഒന്നുമല്ല വിഷയം. അവരെ ഈ ചെയ്ക്ക് എന്ന് പറയുന്ന ഒരുത്തനെ പ്രൊമോട്ട് ചെയ്യുക, അതിൻ്റെ പുറകിൽ കുറേ കരിഞ്ചന്തകൾ നടത്തുക, തോന്നിവാസങ്ങൾ ഇസ്ലാമിൻ്റെ പേരിൽ കാട്ടിക്കൂട്ടുക എന്നതിൽ കവിഞ്ഞ് ഇവർക്ക് വേറൊന്നുമില്ല. അതിപ്പോൾ കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെ വഴിക്ക് വിടുക എന്നത് അതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ. തൊട്ടിട്ട് കളിച്ച് ഈ പരിപാടി അവസാനിപ്പിക്കാൻ നിർത്തിയാൽ ഞങ്ങൾ മുറിക്കും ഇൻഷാ അല്ലാഹ്. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? അങ്ങനെ ലിംഗത്തിമ്മ കളിച്ചിട്ടൊന്നും ഈ ഏർപ്പാട് നിർത്താൻ സമ്മതിക്കൂല. മനസ്സുള്ളിൽ മാനവികത പൂത്തുലയട്ടെ. ഏറ്റവും തരം താഴ്ന്ന ഏറപ്പൻ ഏർപ്പാട്. കത്തി ഹലാലാണോ ഹറാമാണോ വെച്ചാൽ എന്താ പറയാ? മൈക്ക് ഹലാലാണോ ഹറാമാണോ? മൈക്കിൽ നല്ല ദിക്ർ സ്വലാത്തൊക്കെ ചെല്ലുകയാണെങ്കിൽ ഹലാലാണ്. മൈക്കിൽ തോന്നിവാസവും അതുപോലെ അസഭ്യവും അതുപോലെയുള്ള വൃത്തികേടുകൾ വിളിച്ചു പറയുകയാണെങ്കിൽ അത് ഹറാമാണ്, പറ്റൂല എന്ന് പറയും. അതുപോലെ തന്നെ കുത്താനാണെങ്കിൽ കത്തി ഹറാമാണ്. അതുപോലെ കോഴിയെ അറക്കാനാണെങ്കിൽ കത്തി പറ്റും, പച്ചക്കറി വെട്ടാനാണെങ്കിൽ കത്തി പറ്റും. ഇതൊന്നും നിരുപാധികം പറയേണ്ട വിഷയമില്ലല്ലോ. അതുകൊണ്ട്
ഞങ്ങളുടെ ശൈഖുനെയും ബീവിയും നടന്നത് ദീനിനെതിരാണോ? നിങ്ങൾ ദീനിനെതിരായ കാര്യത്തിന് വേണ്ടിയാണ് പോയതെങ്കിൽ എതിരാവും, ഹലാലായ കാര്യത്തിന് വേണ്ടിയാണ് പോയതെങ്കിൽ അത് അനുവദനീയവും. നിങ്ങളെ ശൈഖുനക്കും നിങ്ങളെ ബീവിക്ക് പറയുന്ന കാര്യം നമുക്ക് എങ്ങനെ അറിയാം? നമ്മൾ ലാഹിർ കൊണ്ടുള്ള കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾ ഈ ശൈഖുന എന്ന് പറയുന്ന ആളെ പെണ്ണുങ്ങൾ മുഖം തുറന്നിട്ട് അന്യപുരുഷന്മാരെ കാണിച്ചത് അത് ദീനിനെതിരാണ്. നമ്മൾ മറുപടിയൊക്കെ പറയുകയാണെങ്കിൽ അതിന് മാത്രമുള്ളൊരു സംഘം ഉള്ള കക്ഷികളാണ്. ഓക്കെ, ഇത് സോഷ്യൽ മീഡിയയിൽ ഉള്ള കുറച്ച് ആളുകൾ എന്നല്ലാതെ ഇവർക്ക് ആരാ ഉള്ളത്? 4-3-7 ആളെന്നല്ലാതെ നിങ്ങൾ ആലോചിക്കാം. ഇപ്പം ഇപ്പം ഈ ജമാഅത്ത് ഇസ്ലാമിയേക്കാളും വഹാബിസത്തേക്കാളും അപകടമല്ലേ ചേകനൂരിസം? നമ്മളിപ്പോൾ ചേകനൂരികൾക്ക് നമ്മളാരെ മറുപടി പറയാറുണ്ടോ? കാരണം അവർ അതിന് മാത്രം ഇല്ല, അവരെ പൊള്ളത്തരങ്ങളൊക്കെ തുറന്ന് കാണിച്ചിട്ടുണ്ട്. ഇപ്പം നിലവിൽ കുരുവട്ടൂരിസം എന്താണെന്ന് മനസ്സിലാകാൻ മാത്രം ആളുകൾ മുമ്പിലുണ്ട്. അപ്പം പിന്നെ ഇവർക്ക് ആരെങ്കിലും മറുപടി പറഞ്ഞ് കിട്ടണം. ആരെങ്കിലും ഏതെങ്കിലും സഖാഫിയോ അല്ല ഹസനിയോ അല്ലെ ദാരിമിയോ അല്ലെങ്കിൽ ഫൈലിയോ ആരെങ്കിലും ഒന്ന് മറുപടി പറഞ്ഞു കിട്ടാൻ വേണ്ടി ഇവരിങ്ങനെ കാത്തിക്കാണ്. കാരണം അതുമ്മലാണ് ഇവരെ മൈലേജ്. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഓട്ടണം. അവരെ മൈൻഡ് ചെയ്യാതെ അവഗണിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മരുന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ ആരുമായിട്ട് ചർച്ച ചെയ്യുന്ന നമ്മൾ എന്ത് ചർച്ച ചെയ്താലും അതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. നമ്മൾ ഷെയ്ഖ് വേറെ ലെവലിലാന്ന് പറയുന്ന ആളോട് എന്ത് ചർച്ച നമ്മൾ ചെയ്യാം? അള്ളാഹിനെയും ശരീഅത്തിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീനിനെയൊക്കെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ആ പേടിയുള്ള ആളുകളോട് നമ്മൾ സംസാരിക്കുക. ഈ ചാത്തപ്പനത്തെ മാസറ എന്ന് പറയുന്ന അവനോട് നമ്മൾ എന്തെന്നാ സംസാരിക്കുക? നിങ്ങൾ പറയും. നിങ്ങൾ എന്ത് തന്നെ ആയാലും നിങ്ങൾ പച്ചക്ക് ഷെയ്ഖിന്റെ കെട്ടിയോളെ ഈ രൂപത്തിൽ ഔറത്തും തുറന്നിട്ട് കൊണ്ടുപോയത് ന്യായീകരിക്കുന്ന താനി ഏരപ്പന്മാരോട് എന്ത് സംസാരിക്കാനാ? ഏറ്റവും അവർക്ക് ഞാൻ സത്യത്തിൽ അവരെ റെസ്പെക്ട് ചെയ്യായിരുന്നു. അത് വ്യാജ വീഡിയോ എന്ന് അവർക്ക് പറയായിരുന്നു. എന്നാൽ അവർ ദീനിനെ സംരക്ഷിക്കും. ആ വ്യാജ വീഡിയോ എന്ന് പറഞ്ഞാൽ കള്ളത്തരേ വരുള്ളൂ. വ്യാജ വീഡിയോ ആണ് നിങ്ങൾ അവതരിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ കളവ് മാത്രമേ അതിൽ ഒതുങ്ങുമായിരുന്നു. ഇപ്പൊ ദീനെ നശിപ്പിക്കല്ലേ ഇവർ? ഈ മുഖം അന്യപുരുഷന്മാരുടെ മുമ്പിൽ തുറന്നിടാമെന്നുള്ള മെസ്സേജ് ഈ പാവപ്പെട്ട സാധാരണക്കാരായ അണികളുടെ ഇടയിലേക്ക് കൊടുക്കുകയും ചെയ്യുന്നത് തനി തെമ്മാടിത്തരല്ലേ ഇവർ ചെയ്യുന്നത്? ഈ ദീന് പൊളിയന്മാരെ നമ്മൾ എന്തിന് വളർത്തിയെടുക്കണം? എന്തിനാ അവർക്ക് പബ്ലിസിറ്റി കൊടുക്കണം? മൈൻഡ് ചെയ്യരുതെന്ന് ആവശ്യത്തിൽ പറയാനുള്ള എൻ്റെ അഭിപ്രായം അതാണ്. ഒരു നിലക്കും സ്ത്രീകൾ പുറത്തിറങ്ങാവതല്ല. സ്ത്രീകളുടെ പ്രവർത്തന മണ്ഡലം വീട്ടകം തന്നെയാണ്. സ്ത്രീകൾ പുറത്തിറങ്ങിയാൽ പിശാച് അവരിൽ പ്രത്യക്ഷപ്പെടും. അത് സാമൂഹികമായ അസന്തുലിതാവസ്ഥ ഉണ്ടാക്കും, മോറൽ ഡിപ്രൈവിറ്റി ഉണ്ടാക്കും, സെക്ഷുവൽ ഡിപ്രൈവിറ്റി ഉണ്ടാക്കും, സെക്ഷുവൽ പ്രൊമിസ്കിറ്റി ഉണ്ടാക്കും. അങ്ങനെ വരുമ്പോൾ സമൂഹത്തിൽ പുക്കാറുണ്ടാക്കും, സമൂഹത്തിന്റെ ഓർഡർ നഷ്ടപ്പെടും. അങ്ങനെ ടോട്ടലി ഡിസോർഡർ ആയ ഒരു സിസ്റ്റമാണ് ഇവിടെ ഉണ്ടാവുക. പഴയ ഗ്രീക്ക് റോമൻ സാംസ്കാരികത എങ്ങനെയാണ് നമ്മുടെ ചരിത്രത്തിന്റെ താളുകളിൽ എങ്ങനെയാണ് ഗ്രീക്ക് റോമൻ ചരിത്രം അല്ലെങ്കിൽ ഗ്രീക്ക് റോമൻ സിവിലൈസേഷൻ എങ്ങനെയാണ് നശിച്ചൊടുങ്ങി? ഒരു കാലത്ത് വളരെയധികം യാഥാസ്ഥികമായിരുന്ന ഗ്രീക്ക് റോമൻ സംസ്കാരം സ്ത്രീകളുടെ അനിയന്ത്രിതമായ രംഗപ്രവേശനത്തിന്റെ ഭാഗമായി, ഉദാര ലൈംഗികതയുടെ ഭാഗമായി ഗ്രീക്ക് റോമൻ സംസ്കാരം മുഖം കുത്തി വീഴുകയാണ് ഉണ്ടായിരുന്നത്. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.